ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. നിങ്ങൾ ഒരുപാട് പേരുടെ ഫോൺ കോളുകൾക്ക് മറുപടിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. SSC മലയാളിയുടെ അടുത്ത ഓഫ്ലൈൻ ബാച്ച് ഈ വരുന്ന ഏപ്രിൽ 8-ന് ആരംഭിക്കുന്നതാണ്. ക്ലാസിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 3 ദിവസം, alternate ഡേയ്സ്, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. ഈ 3 ദിവസങ്ങളായിട്ട് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. സോ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 മാസമാണ്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 16,000 രൂപയാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയാൻ, സോ ഈ ക്ലാസ്സുകൾ ലീഡ് ചെയ്യുന്നത് SSC CGL കേരള റാങ്ക് നമ്പർ 1 ആയിട്ടുള്ള സഫ്ദർ സാർ ആണ്. സോ എക്സ് CBI സബ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ ആയിട്ടുള്ള സഫ്ദർ സാർ ആണ് കോഴ്സുകൾ ലീഡ് ചെയ്യുന്നത്. സോ ഇദ്ദേഹം തന്നെയാണ് മാത്സ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഇൻ കേസ് നമുക്ക് ക്വയറി, ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും നമുക്ക് എന്തായാലും ഉണ്ടാവും. സോ ടോപ്പിക് റിലേറ്റഡ് ആയിക്കോട്ടെ, SSC എക്സാം റിലേറ്റഡ് ക്വയറീസ് ആയിക്കോട്ടെ, നമുക്ക് നേരിട്ട് തന്നെ ഓഫ്ലൈൻ സെന്ററിൽ വെച്ചിട്ട് സാറിനോട് ചോദിച്ചറിയാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. SSCയുടെ തന്നെ ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റായ CGL എക്സാം ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും വേറെ ഏതൊരു എക്സാം എഴുതുകയാണെങ്കിലും, ഏതൊരു എക്സാം മീൻ ചെയ്യുന്നത് ഇപ്പോൾ SSCയുടെ തന്നെ ആയിക്കോട്ടെ, CHSL, GD, MTS, അതേപോലെ തന്നെ CPO, സെലക്ഷൻ പോസ്റ്റ് തുടങ്ങി മറ്റ് ബോർഡ് എക്സാംസിന്, റെയിൽവേ എക്സാംസ്, നമുക്കറിയാം ഒരുപാട് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാതിരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ടെക്നീഷ്യൻ ഒക്കെ 2 ദിവസം മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ റെയിൽവേ, NTPC അങ്ങനത്തെ ഒരുപാട് എക്സാംസിനും എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്, അവരും എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. കാരണം ഇതിന്റെ ഒക്കെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ് അല്ലെ. ഇപ്പൊ റെയിൽവേ ആണെങ്കിൽ എന്താ വ്യത്യാസം ഉള്ളത്, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളത് അവിടെ ഇല്ല. ബാക്കി ഒക്കെ മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, SSCയിൽ പഠിക്കുന്നുണ്ട്. സോ മറ്റ് 1 ഡേ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന ആള് ആരായിക്കോട്ടെ, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ വേറൊരു കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, പർച്ചേസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഒരുപാട് ഡിഗ്രി ഫൈനലിയേഴ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങളുടെ മെയിൻ എക്സാം ഏകദേശം ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളായിട്ട് കഴിയുമല്ലോ. സോ CGL എക്സാം വരുന്നത് ഏകദേശം എന്താണ്, സെപ്റ്റംബർ സമയത്താണ്. സോ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്, ഡിഗ്രി ഫൈനൽ റിസൾട്ട് ഓഗസ്റ്റ് 1-ന് മുന്നേ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, CGL എക്സാം എഴുതാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഡൗട്ട്, ഈ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്ത്, MSCക്ക് പോകണോ, ഗവൺമെന്റ് എക്സാം എഴുതാൻ പോകണോ? സോ പല രീതിയിലും ഡൗട്ട് കാര്യങ്ങളുണ്ടാവും. സോ ഗവൺമെന്റ് എക്സാം എഴുതി നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ജോലിക്കാരാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു റൈറ്റ് ടൈമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 6 മാസം നമ്മുടെ മുന്നിൽ സമയം കിട്ടുന്നുണ്ട്. അത് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ അവിടെ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ യൂസ് നമുക്ക് തന്നെ ഉണ്ടാവും. സത്യമല്ലേ? സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു 6 മാസം നിങ്ങളുടെ ഡിഗ്രി എക്സാംസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ഏപ്രിൽ മാസം അല്ലെങ്കിൽ ഏപ്രിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 5 മാസം ഒരു ഇന്റൻസ് കോച്ചിങ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ മികച്ച രീതിയിൽ CGL എക്സാം എഴുതാൻ പറ്റുന്നതാണ്. SSCയുടെ മുൻകാല ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുൻ അച്ചീവേഴ്സ്, SSCയുടെ തന്നെ മുൻ അച്ചീവേഴ്സ് തയ്യാറാക്കിയ ഒരു കൂട്ടം മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓഫ്ലൈൻ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളുകൾക്ക് നമ്മുടെ മുന്നിൽ നമുക്കറിയാം ഒരുപാട് മെറ്റീരിയൽസ് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ സെൽഫ് സ്റ്റഡി ആണ് നടത്തുന്ന ഒരാളെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇതിൽ നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾ ഈ വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക എന്ന് പറയുന്നത് ടൈം ടേക്കിംഗ് ആണ്. ഒരുപാട് ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. സോ അവിടെ അതിന് പകരം നമ്മൾ ഇവിടെ ഇതുപോലത്തെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഉപകാരം, നമുക്ക് എക്സാക്ട്ലി നമുക്ക് വേണ്ട മെറ്റീരിയൽ അറ്റ് ദ റൈറ്റ് ടൈം നമുക്ക് നമ്മുടെ മുന്നിൽ കിട്ടുകയാണ്. സോ ഇതുപോലത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് വളരെ മികച്ച രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് കിട്ടും. സോ SSC മലയാളി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ആ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ GK, ഈ ഒരു GK ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഒരുപാട് മെറ്റീരിയൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽ വരുന്നൊരു ടോപ്പിക്കാണ് GK. സോ ഈ GKയുടെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തരിക എന്ന് പറയുന്നത് അതെന്താണ്, അത് അത്രയും നമുക്ക് എഫക്റ്റീവ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് GKയുടെ ടോപ്പിക്, ഫിസിക്സ്, കെമിസ്ട്രി, പൊളിറ്റി, ജോഗ്രഫി തുടങ്ങി എല്ലാ GKയുടെ ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ക്ലാസിന്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ആപ്പ് മുഖേന എത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് GKയുടെ ക്ലാസ്സുകൾ മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും, ഓൺലൈൻ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതുവരെ SSCയുടെ ഓൺലൈൻ നമ്മൾ പെയ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് അതിലേക്കും ആക്സസ് ലഭിക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഡേ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേ ക്ലാസ്
അതേ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. സോ ആ ഒരു ഫെസിലിറ്റിയും നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. നിലവിൽ നിങ്ങളൊരു ഡിഗ്രി ഹോൾഡറോ അല്ലെങ്കിൽ 10ാം ക്ലാസ് +2 യോഗ്യത ഉള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് SSC എക്സാം ഒരുപാട് ജോലി സാധ്യതകൾ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതിന്റെ ഒരു ഭാഗമാകാൻ SSC മലയാളിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അഥവാ നമ്മുടെ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കണമെന്നുള്ളവർക്ക് മൺഡേ ടു സാറ്റർഡേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്തും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. നിങ്ങളുടെ സീറ്റ്സ് ഇപ്പോൾ തന്നെ എൻഷുർ ചെയ്യുക.